സിവിൽ സർവീസ് ബോർഡിന്റെ ശുപാർശ പ്രകാരം അല്ലാതെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളും ഇനി മുതൽ പാടില്ല എന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ. നിലവിൽ ഇത്തരം സ്ഥാനങ്ങളിൽ തുടരുന്ന IAS ഇല്ലാത്തവർ സ്ഥാനമൊഴിയണമെന്നും ജസ്റ്റിസ് സുനിൽ തോമസ്, വി രമ മാത്യു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, നിലവിലെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എങ്കിൽ പോലും എന്താണിപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ പറയുന്നത്? ചട്ടം ലംഘിച്ചും അന്യായമായി സ്ഥലം മാറ്റുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ച് കേരള IAS അസോസിയേഷൻ അടക്കം നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പ്രധാനമായ ഒരു ഉത്തരവ് പാസാക്കിയിട്ടുള്ളത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ബോർഡ് യോഗം ചേരാതെയും സർക്കാർ സ്വന്തം താല്പര്യമനുസരിച്ച് സ്ഥലം മാറ്റം അടക്കം നടത്തുന്നു എന്നതായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. ഇത്തരത്തിൽ സ്ഥലം മാറ്റാൻ പാടില്ല എന്ന് ഈ ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നു. 2014 ഭേദഗതി ചെയ്ത IAS കേഡർ ചട്ടപ്രകാരം ബോർഡിന്റെ യോഗം ഫലപ്രദമായി നടക്കുന്നില്ല എന്നാണ് ട്രിബ്യൂണലിന്റെ കണ്ടെത്തൽ. ബോർഡിനെ മറികടന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നും ട്രിബ്യൂണൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ IAS തസ്തികകളിൽ കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം പോസ്റ്റുകളിൽ നിലവിൽ തുടരുന്ന IAS ഇല്ലാത്തവർ സ്ഥാനമൊഴിയണം എന്നാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഏതായാലും ഈ IAS അല്ലാത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഈ IASകാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും വലിയ തിരിച്ചടി തന്നെയാണ് ഈ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ശരി ഷബ്ന.